നിലവിലെ സ്പോൺസർഷിപ്പ് വ്യവസ്ഥക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി വിമർശങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു വിദേശ ജോലിക്കാരുടെ റിക്രൂട്ട്മെന്റ് നടപടികൾക്കായി പൊതു അതോറിറ്റി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച ക്യാബിനറ്റ് അംഗീകാരം ലഭിച്ചിരുന്നെങ്കിലും പ്രായോഗിക തലത്തിലെത്തിക്കാനുള്ള നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഈ വർഷാവസാനത്തോടെ എല്ലാവിധ റിക്രൂട്ട്മെന്റ് നടപടികളും പൊതു അതോറിറ്റിക്ക് കീഴിൽ കൊണ്ടുവരുമെന്ന് നേരത്തെ തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. അതോറിറ്റി രൂപീകരണം അന്തിമഘട്ടത്തിലെത്തിയതായാണ് ഏറ്റവും പുതിയ വാർത്തകൾ. ഇതിന്റെ മുന്നോടിയായി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തെ തൊഴിൽ മന്ത്രാലയം, സാമൂഹ്യക്ഷേമ മന്ത്രാലയം എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത വകുപ്പുകളാക്കി വിഭജിക്കാൻ തീരുമാനിച്ചതായാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ മാസം അവസാനത്തോടെ വിഭജന പ്രക്രിയകൾ ആരംഭിക്കുമെങ്കിലും ഇത് പ്രായോഗിക തലത്തിലെത്താൻ മെയ് അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. അടുത്ത ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇതോടെ വിദേശ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുഴുവൻ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ രൂപീകരിക്കുന്ന അതോറിറ്റി ഏറ്റെടുക്കുകയും വ്യക്തിഗത സ്പോൺസർഷിപ്പ് വ്യവസ്ഥയ്ക്ക് അന്ത്യം കാണാൻ കഴിയുമെന്നുമാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. ആഭ്യന്തര തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ മാൻപവർ പ്രൊട്ടക്ഷൻ സർവീസ് എന്ന ഉപവകുപ്പും ഇതോടനുബന്ധിച്ച് രൂപീകൃതമാകും. കഫീൽ വ്യവസ്ഥ ഒഴിവാക്കൽ നടപടി വിസക്കച്ചവടവും തൊഴിൽ ചൂഷണങ്ങളും ഒരു പരിധിവരെ കുറക്കുമെന്ന പ്രതീക്ഷയാണ് പ്രവാസികൾക്ക് നൽകുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.